നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മണ്ഡലകാല തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്നു മുതൽ ക്ഷേത്രത്തിൽ അന്നദാനവും ആരംഭിച്ചു. നിരവധി ശബരിമല തീർത്ഥാടകരാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിലെത്തുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള തീർത്ഥാടകരടക്കം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയ ശേഷമാണ് ശബരിമലയിലേക്കുള്ള യാത്ര തുടരുന്നത്. ഇന്നു മുതലാണ് മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചത്. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഒരിടത്താവളമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. നമസ്കാരം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ മണ്ഡല ചെറുപ്പ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ അതിനുള്ള ഔപചാരികമായ ഉദ്ഘാടനം വൃശ്ചിക ചെറുപ്പ മഹോത്സവം ഇന്ന് രാവിലെ തന്നെ നിലവിളക്ക് കൊളുത്തി നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രധാനമായിട്ടും ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രധാനപ്പെട്ട സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്മാർക്കുള്ള വിരിവയ്ക്കാനുള്ള സൗകര്യവും പിന്നീട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമല ഭക്തർക്ക് വേണ്ടുന്ന ചുക്കുവെള്ള വിതരണവും മറ്റ് എല്ലാ ദിവസങ്ങളും 41 ദിവസങ്ങളിലും കഞ്ഞിസദ്യ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും കഞ്ഞിസദ്യ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കഞ്ഞിസദ്യ ഇല്ല. അഥവാ ആർക്കെങ്കിലും നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഉപദേശ സമിതിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. രാത്രി 8 മണി മുതൽ ശബരിമലയിലേക്ക് എന്നും ഇവിടുന്ന് ഒരു KSRTC ബസ് പമ്പ സർവീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ വർഷവും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ ഇതുവരെ നമുക്ക് യാതൊരുവിധ അറിയിപ്പുകളും കിട്ടിയിട്ടില്ല. എങ്കിലും ഭക്തജനങ്ങൾക്ക് അക്ഷയ വഴിയും ജനസേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ പമ്പയിലും നിലയ്ക്കലും നിരവധി കൗണ്ടറുകൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ ഒരുക്കങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വൃശ്ചിക 1 ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട CAയുടെ നേതൃത്വത്തിൽ എയ്ഡ് പോസ്റ്റ് രാവിലെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ കഞ്ഞിസദ്യക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു കൗണ്ടർ രാവിലെ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ കഞ്ഞിസദ്യ നടക്കുകയാണ്. വൈകിട്ട് 7 മണിക്ക് ചെറുപ്പ പൂജ ഉണ്ടായിരിക്കും. പ്രസാദ വിതരണം ഉണ്ടായിരിക്കും.